أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمية ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് അഥവാ ഗുഹ, അതിലെ 6 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക അൻ ദിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. വയസ് അലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു. അൻ ദിൽഖർനൈനി, ദുൽഖർനൈനിയെ സംബന്ധിച്ച്. അവർ നിന്നോട് ദുൽഖർനൈനിയെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഖുൽ, നബിയെ താങ്കൾ പറയുക, സഅത്ലു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, അഥവാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മിൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച്, ദിക്റ, വിവരം, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. ഇന്ന മക്കന്നലഹു, തീർച്ചയായും നാം അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഫിൽ അർളി, ഭൂമിയിൽ. തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ സ്വാധീനമുണ്ടാക്കി കൊടുത്തു. വആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകി. മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ കാര്യത്തിലുമുള്ള മാർഗം, അഥവാ എല്ലാ കാര്യത്തിലുമുള്ള മാർഗം നാം അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുത്തു. ഫഅത്ബഅ സബബ, അങ്ങനെ അദ്ദേഹം അതിലൊരു വഴി കണ്ടെത്തുകയും ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാർഗം അദ്ദേഹം അതിൽ പിന്തുടരുകയും ചെയ്തു. ഹത്താ ഇദാ ബലഗ, അങ്ങനെ അദ്ദേഹം എത്തി. മഗ്രിബ ശംസി, സൂര്യാസ്തമയ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ സൂര്യാസ്തമയ സ്ഥലത്ത്. വവജദഹ, അവിടെ അദ്ദേഹം കണ്ടു. തഗ്റുബു, അത് അസ്തമിക്കുന്നു, അഥവാ സൂര്യൻ അസ്തമിക്കുന്നത് അദ്ദേഹം കണ്ടു. ഫി ഐനിൻ ഹമിയത്തിൻ, ഒരു ചെളിവെള്ളമുള്ള ജലാശയത്തിൽ, ഒരു ചെളിവെള്ളമുള്ള ജലാശയത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. വവജദ ഇൻദഹ, അദ്ദേഹം അതിൻ്റെ അടുക്കൽ കണ്ടു. ഖൗമൻ, ഒരു ജനതയെ. അദ്ദേഹം അവിടെ ഒരു ജനതയെ കാണുകയും ചെയ്തു. ഖുൽന, അപ്പോൾ നാം പറഞ്ഞു, യാ ദുൽഖർനൈൻ, ഓ ദുൽഖർനൈൻ, ഇമ്മ അൻ തുഅദിബ, താങ്കൾക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാം. വഇമ്മ അൻ തത്തഖദ ഫീഹിം ഹസന, അല്ലെങ്കിൽ അവരെ താങ്കൾക്ക് നന്മയിലേക്കാക്കുകയും ചെയ്യാം. ആ ജനവിഭാഗത്തെ വേണമെങ്കിൽ താങ്കൾക്ക് ശിക്ഷിക്കാം, അതല്ലെങ്കിൽ താങ്കൾക്ക് അവരെ നന്മയുടെ മാർഗത്തിലേക്ക് ആക്കുകയും ചെയ്യാം.
ഖാല, അപ്പോൾ ദുൽഖർനൈനി പറഞ്ഞു, അമ്മാമൻ ലലമ, ആര് അക്രമപ്രവർത്തനങ്ങൾ ചെയ്തുവോ, ആര് അക്രമം പ്രവർത്തിച്ചുവോ, ഫസൗഫ നുഅദിബുഹു, അപ്പോൾ നാം അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. നാം അവനെ വഴിയെ ശിക്ഷിച്ചുകൊള്ളും. സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി, പിന്നെ അവൻ അവൻ്റെ റബ്ബിങ്കലേക്ക് മടക്കപ്പെടും. ഫയുഅദിബുഹു, അപ്പോൾ അവൻ ശിക്ഷിച്ചുകൊള്ളും. അദാബൻ നുക്ര, വളരെ ഗുരുതരമായ രൂപത്തിലുള്ള ശിക്ഷ. അക്രമപ്രവർത്തനങ്ങൾ നടത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം അവനെ നാം ശിക്ഷിക്കും. അതിനുശേഷം റബ്ബിലേക്ക് അവൻ മടക്കപ്പെടുകയും റബ്ബ് അവനെ വളരെ ഗുരുതരമായ ശക്തമായ ശിക്ഷ നൽകുകയും ചെയ്യും. വാമാമൻ ആമന, എന്നാൽ ആർ വിശ്വസിച്ചുവോ, വാമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, ഫലഹു, അപ്പോൾ അവനുണ്ടാകും ജസാഅൻ അൽ ഹുസ്ന, ഏറ്റവും നല്ല പ്രതിഫലം അവനുണ്ടാകും. അവന് നല്ല പ്രതിഫലം, വിശിഷ്ടമായ പ്രതിഫലം അവനുണ്ടാകും. വസനഖൂലു ലഹു, നാം അവനോട് പറയുകയും ചെയ്യും, കൽപ്പിക്കുകയും ചെയ്യും, മിൻ അംരിന യുസ്ര, നമ്മുടെ കൽപ്പനകളിൽ ഏറ്റവും എളുപ്പമുള്ളത്. അത്തരം ആളുകളോട് നമ്മുടെ കൽപ്പനകളിൽ ഏറ്റവും എളുപ്പമുള്ളത് നാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂതന്മാർ ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിട്ടുകൊണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചും അതിനുശേഷം ദുൽഖർനൈനിയെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തോട് പ്രവാചകനോട് ചോദിക്കുകയാണ്. അദ്ദേഹം ഉത്തരം മുട്ടുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ദുൽഖർനൈനിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ പറ്റിയുള്ള വിവരം ഞാൻ പറഞ്ഞു തരാമെന്ന് തന്നെ പ്രവാചകരോട് പറയുകയായിരുന്നു. ആരാണ് ദുൽഖർനൈനിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും അറിയപ്പെടുന്നത് ഗ്രീക്ക് വംശജനായ അലക്സാണ്ടർ ഫിലിപ്സ് അഥവാ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് എന്നാണ്. അദ്ദേഹം കിഴക്കും പടിഞ്ഞാറുമൊക്കെ കീഴടക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിലിപ്സ് മരിച്ചതിന് ശേഷം റോമ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാം ഏകോപിപ്പിക്കുകയും ശേഷം അദ്ദേഹം മൊറോക്കോയിലേക്ക് പോവുകയും അവിടെയുള്ള രാജാക്കന്മാരെ കീഴടക്കുകയും പിന്നീട് ഈജിപ്തിൽ വരികയും അവിടെ അലക്സാണ്ട്രിയ എന്ന തുറമുഖമുണ്ടാക്കുകയും പിന്നീട് ഷാം കീഴടക്കുകയും ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുകയും അർമേനിയയിലേക്ക് പോയി അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് ഇറാഖികളെയും കിബുത്തികളെയും ബർബേറിയന്മാരെയും ഒക്കെ കീഴടക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ രണ്ടറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ വരുതിയിലാക്കിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അദ്ദേഹമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല എങ്കിലും അദ്ദേഹമാണ് എന്ന് ഏകദേശം ആളുകളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഈ ദുൽഖർനൈനി എന്ന പേര് അദ്ദേഹത്തിന് വന്നത് കൊമ്പ് പോലുള്ള അദ്ദേഹത്തിൻ്റെ മുടി ആയിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, അദ്ദേഹത്തിൻ്റെ ഈ കർണിന് കൊമ്പ് എന്നും നൂറ്റാണ്ട് എന്നുമൊക്കെ അർത്ഥമുള്ളതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ 2 നൂറ്റാണ്ടിലെ ജനങ്ങളെ അദ്ദേഹം ഒരുമിച്ച് കൊണ്ടു നടന്നു എന്നതുകൊണ്ടാണ് ആ പേര് ലഭിച്ചതെന്നും ആ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അലക്സാണ്ടർ ചക്രവർത്തിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വയസ്അലൂനക അൻ ദുൽഖർനൈനിയെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. ആരായിരുന്നു ദുൽഖർനൈനി എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നുണ്ട്.
കൊൽ നബിയെ താങ്കൾ പറയുക സഅത്ലു അലൈക്കും മിൻഹു ദിക്ര, അദ്ദേഹത്തെ സംബന്ധിച്ച് നാം താങ്കൾക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഖർനൈനെ സംബന്ധിച്ചുള്ള വിവരം പ്രവാചകർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നാ മക്കന്ന ലഹു ഫിൽ അർദ്, നാം ഭൂമിയിൽ അദ്ദേഹത്തിന് ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് മാർഗം, അതിലേക്കുള്ള വഴി അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഫിലിപ്സിൻ്റെ മരണം, അതിനുശേഷം രൂപപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള സ്വാധീനങ്ങൾ, നല്ല സൈനിക ശക്തി, അതേപോലെ തന്നെ രാജാക്കന്മാർ, ദുർബലരായ രാജാക്കന്മാർ, അങ്ങനെ അതെല്ലാം കൂടി അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയം വിപുലപ്പെടുത്താനുള്ള സാധ്യത റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ചക്രവർത്തിക്ക് അഥവാ ഈ ദുൽഖർനൈനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. ഫഅത്ബഅ സബബ, അങ്ങനെ അദ്ദേഹം അതിലൊരു വഴിയെ മുന്നോട്ട് പോവുകയാണ്. അഥവാ അദ്ദേഹം മറ്റുള്ളവരെ കീഴടക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് പറയുന്നത് ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ്, സൂര്യാസ്തമയ സമയത്ത് അദ്ദേഹം എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ സൂര്യാസ്തമയ സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേരുന്നത്. വജദഹ തഗ്റുബു ഫി ഐനിൻ ഹമിയത്തിൻ, ഒരു ചെളി പുരണ്ട ജലാശയത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഇത് സാധാരണഗതിയിൽ സമുദ്രത്തിൻ്റെ അടുക്കൽ നമ്മൾ സൂര്യാസ്തമയം കാണാൻ നിൽക്കുകയാണെങ്കിൽ സമുദ്രത്തിലേക്ക് ആണ്ടുപോകുന്നത് പോലെ സൂര്യനെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ദുൽഖർനൈനി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ജലാശയമാണുള്ളത്, സൂര്യാസ്തമയ സന്ദർഭമാണ്. അപ്പോൾ ആ ചെളി പുരണ്ട ആ ജലാശയത്തിലേക്ക് മുങ്ങിത്താഴുന്നത് പോലെയുള്ള ഒരു തോന്നൽ അവിടെ ആളുകൾക്കുള്ളത് അതേ രൂപത്തിൽ തന്നെ അള്ളാഹു അങ്ങനെ തന്നെ നമുക്ക് വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് അദ്ദേഹം അവിടെ ഒരു സമൂഹത്തെ കാണുകയാണ്. ആ കണ്ട ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് ഇവരെ പറ്റി ഖുൽനാ യാ ദുൽഖർനൈൻ ഇമ്മാ അൻ തുഅദിബ വ ഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹസന, ഇവരെ താങ്കൾക്ക് ശിക്ഷിക്കാം, അഥവാ ഇവരിലുള്ള തെറ്റുകളുടെ പേരിൽ അതിക്രമങ്ങൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് ശിക്ഷിച്ച് മുന്നോട്ട് പോകാം, അതല്ല അവരെ നേർവഴിയിലേക്കാക്കാൻ താങ്കൾക്ക് സാധിക്കുമല്ലോ, അങ്ങനെ ആക്കുകയും ചെയ്യാം. അദ്ദേഹം തൻ്റെ നിലപാട് അള്ളാഹുവിനോട് വ്യക്തമാക്കുകയാണ്. കാലാമാമല്ലമ, അക്രമപ്രവർത്തനം നടത്തിയ ആളുകളെ സംബന്ധിച്ചും ഫസോഫനു അദിബുഹു, നാം അവരെ ശിക്ഷിക്കും. തുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി, പിന്നെ റബ്ബിൻ്റെ അടുത്തേക്ക് അവർ മടക്കപ്പെടുമല്ലോ. ഫയുഅദിബുഹു അദാബൻ നുക്ര, വളരെ ഗൗരവമായ വളരെ ശക്തമായ ശിക്ഷ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും. വാമാമൻ ആമന, എന്നാൽ വിശ്വാസം കൈക്കൊണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ആമില സ്വാലിഹൻ, സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫലഹു ജസാനിൽ ഹസ്ന, ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് കൊടുക്കും. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്ര, നമ്മിൽ നിന്ന് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം, എളുപ്പമുള്ള വാക്കുകൾ മാത്രം നാം അവർക്ക് പറഞ്ഞു കൊടുക്കും. അഥവാ ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, തെമ്മാടിത്തം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ദുൽഖർനൈനിയുടെ വകയിലുള്ള ശിക്ഷയും ഉണ്ടാകും. അതിന് പുറമെ അള്ളാഹുവിൻ്റെ കഠിനമായ കഠോരമായ ശിക്ഷ അവർക്ക് ഏൽക്കുകയും ചെയ്യും. അതിന് നിൻ്റെ അടുക്കലേക്ക് അവർ വരും. നേരെ മറിച്ച് നന്നാവാൻ സാധ്യതയുള്ള ആളുകളെ നന്മ ഉപദേശിച്ചുകൊണ്ട്, നല്ല നല്ല വാക്കുകൾ അവിടെ അവർ പറഞ്ഞു കൊടുത്തുകൊണ്ട്, എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് അവരെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അവർക്ക് വിശ്വാസികളായി ജീവിക്കാൻ പറ്റും. മാത്രമല്ല അവർക്ക് ജസാ അനിൽ ഹസ്ന, ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് ലഭ്യമാക്കും. അഥവാ വിശ്വാസത്തിൻ്റെ പേരിലുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും അവർക്ക് ലഭിക്കും എന്നുകൂടി ദുൽഖർനൈൻ അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.